ഹലോ ഗായ്സ്, അഫ്വാൻ ആർട്ടിസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ഒരു ഡിജിറ്റൽ ഡൈസാണ്. കുട്ടികൾക്കും വലിയവർക്കും കളിക്കാനും എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിജിറ്റൽ ഡൈസാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം, ഇതിന് വേണ്ട കമ്പൗണ്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായി നിങ്ങൾ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ട കമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ്ലെസ് ബ്രെഡ് ബോർഡ്, പിന്നെ ഒരു 9 വോൾട്ട് ബാറ്ററി, 9 വോൾട്ട് ബാറ്ററിയുടെ കൂടെ ഒരു ബാറ്ററി കണക്ടറും വേണം. പിന്നെ നമുക്ക് 2 IC ആണ് വേണ്ടത്, ഒന്ന് 555 പിന്നെ ഒന്ന് 4017. ഈ 2 IC ആണ് നമുക്ക് വേണ്ടത്. പിന്നെ കുറച്ച് ഹുക്കപ്പ് വയേഴ്സ്, പിന്നെ വേണ്ടത് ഒരു 2 കപ്പാസിറ്ററാണ്. ഒരു 10 mF കപ്പാസിറ്ററും പിന്നെ ഒരു 100 mF കപ്പാസിറ്ററുമാണ് വേണ്ടത്. പിന്നെ വേണ്ടത് ഒരു പുഷ് ബട്ടൺ, അതായത് മൈക്രോ സ്വിച്ച് ആണ് നമുക്ക് വേണ്ടത്. പിന്നെ കുറച്ച് ജമ്പർ വയേഴ്സ്, പിന്നെ വേണ്ടത് കുറച്ച് കളേഴ്സ് LED, ഒരു 6 കളേഴ്സ് LED വേണം. പിന്നെ 2 100K ohmsന്റെ റെസിസ്റ്ററും വേണം. പിന്നെ ഒരു 1K ohmsന്റെ റെസിസ്റ്ററും കൂടി വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടത്. ഇതുപോലത്തെ ഹുക്കപ്പ് വയേഴ്സ് എടുത്തുകൊണ്ട് ബ്രെഡ് ബോർഡിൻ്റെ 3 സൈഡിലായിട്ട് ഇത് വീഡിയോയിൽ കാണുന്ന പോലെ കണക്ട് ചെയ്ത് വെക്കണം. ബ്രെഡ് ബോർഡ് യൂസ് ചെയ്യുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും എല്ലാ ഭാഗത്തും കൊടുക്കാൻ പറ്റിയ രൂപത്തിലാണ് ഞാൻ ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യം നമുക്ക് വേണ്ടത് ഒരു IC ആണ്, 355 IC, NE 355 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആദ്യം അതിൻ്റെ ഒരു കട്ടിംഗ് ഉള്ള ഭാഗം നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഭാഗത്ത് ആക്കിക്കൊണ്ട് ബ്രെഡ് ബോർഡിൽ ക്ലിപ്പ് ചെയ്ത് വെക്കുക. ബ്രെഡ് ബോർഡിൻ്റെ സെൻറ്ററിലാണ് ഇത് ക്ലിപ്പ് ചെയ്ത് വെക്കേണ്ടത്, പിൻ ചെയ്ത് വെക്കേണ്ടത്. ഈ ഒരു ഹുക്കപ്പ് വയർ എടുത്തിട്ട് ബ്രെഡ് ബോർഡിൻ്റെ നെഗറ്റീവിൽ കണക്ട് ചെയ്യുക. ഒരു തല മറ്റേ ഭാഗം ICൻ്റെ 1ാമത്തെ പിന്നിലും കണക്ട് ചെയ്യുക. വീണ്ടും ഒരു ഹുക്കപ്പ് വയർ എടുക്കുക, അത് ICൻ്റെ 2ാമത്തെ പിന്ന് കണക്ട് ചെയ്യുക. മറ്റേ തല ICൻ്റെ 6ാമത്തെ പിന്നിലും കണക്ട് ചെയ്യുക. ഒരു തല 2ാമത്തെ പിന്നിലും മറ്റേ തല 6ാമത്തെ പിന്നിലും. പിന്നെ ഒരു 100 mF കപ്പാസിറ്റർ എടുക്കുക. അതിൻ്റെ പോസിറ്റീവ് കാല്, അതായത് ബിഗ് ലെഗ്, 2ാമത്തെ ICൻ്റെ 2ാമത്തെ പിന്നിലും, ചെറിയ കാല് ബ്രെഡ് ബോർഡിൻ്റെ നെഗറ്റീവിലും. ഇനി ഒരു 10 mF കപ്പാസിറ്റർ എടുക്കുക. അത് ICൻ്റെ 5ാമത്തെ പിന്നിൽ കണക്ട് ചെയ്യുക. വലിയ കാല്, ചെറിയ കാല് ബ്രെഡ് ബോർഡിൻ്റെ നെഗറ്റീവിൽ കണക്ട് ചെയ്യുക. ഇനി ഒരു 100K ohmsന്റെ റെസിസ്റ്റർ എടുക്കുക. അത് ICൻ്റെ 6ാമത്തെ പിന്നിൽ കണക്ട് ചെയ്യുക. മറ്റേ തല ICൻ്റെ 7ാമത്തെ പിന്നിലും കണക്ട് ചെയ്യുക. 6ാമത്തെ പിന്നിലും 7ാമത്തെ പിന്നിലും കണക്ട് ചെയ്യുക. ഇനി വീണ്ടും ഒരു 100K ohmsന്റെ റെസിസ്റ്റർ എടുക്കുക. അത് ICൻ്റെ 7ാമത്തെ പിന്നിൽ കണക്ട് ചെയ്യുക. 7ാമത്തെ പിന്നിൽ നിന്ന് 8ാമത്തെ പിന്നിലേക്ക് മറ്റേ ഭാഗം കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഇനി ഒരു ഹുക്കപ്പ് വയറും കൂടി എടുക്കുക. അതിൻ്റെ ഒരു തല ICൻ്റെ 8ാമത്തെ പിന്നിലും മറ്റേ തല ബ്രെഡ് ബോർഡിൻ്റെ പോസിറ്റീവിലും കൊടുക്കുക. അതിൻ്റെ ഒരു തല ICൻ്റെ 8ാമത്തെ പിന്നിലും
മറ്റേ തല ബ്രെഡ് ബോർഡിൻ്റെ പോസിറ്റീവിലും കൊടുക്കുക. ഇനി ഒരു 1 ohmസിൻ്റെ റെസിസ്റ്റർ എടുക്കുക. റെസിസ്റ്റർ ഐസിൻ്റെ നാലാമത്തെ പിന്നിൽ കണക്ട് ചെയ്യുക. ഐസിൻ്റെ 4ാമത്തെ പിന്നിൽ കണക്ട് ചെയ്യുക. മറ്റേ തല ബ്രെഡ് ബോർഡിൻ്റെ നെഗറ്റീവിൽ കണക്ട് ചെയ്യുക. ഇനി 2 ജമ്പർ വയേഴ്സ് എടുക്കുക. അതിൻ്റെ ഒരു തല ഐസിൻ്റെ 4ാമത്തെ പിന്നിലും പിന്നെ വേറൊരു ജമ്പർ വയർ എടുത്തിട്ട് അതിൻ്റെ ഒരു തല ഐസിൻ്റെ 8ാമത്തെ പിന്നിലും കണക്ട് ചെയ്യുക. ഇനി 2 വയേഴ്സിൻ്റെയും ഓരോ അറ്റം ബ്രെഡ് ബോർഡിൻ്റെ 2 സൈഡുകളിലായിട്ട് കണക്ട് ചെയ്യുക. വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് കണക്ട് ചെയ്ത് വെക്കുക. നമുക്കവിടെ പുഷ് ബട്ടൺ അല്ലെങ്കിൽ മൈക്രോ സ്വിച്ച് അവിടെ വെക്കാനുള്ള. ഇനി 4017 പറഞ്ഞ ഐസി എടുക്കുക. അതിൻ്റെ കട്ടിങ്ങുള്ള ഭാഗം നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൻ്റെ സൈഡിലോട്ട് ചേർത്ത് വെക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ വെക്കുക. ഇനി ഒരു ഹുക്കപ്പ് വയർ എടുത്തിട്ട് അതിൻ്റെ ഒരു തല ഐസിൻ്റെ 16ാമത്തെ പിന്നിലും മറ്റേ തല ബ്രെഡ് ബോർഡിൻ്റെ പോസിറ്റീവിലും കണക്ട് ചെയ്യുക. ഒരു തല 16ാമത്തെ പിന്നിലും മറ്റേ തല ബ്രെഡ് ബോർഡിൻ്റെ പോസിറ്റീവിലും. ഇനി വീണ്ടും ഒരു ഹുക്കപ്പ് വയർ എടുക്കുക. അത് ഐസിൻ്റെ 13ാമത്തെ പിന്നിലും മറ്റേ തല ബ്രെഡ് ബോർഡിൻ്റെ നെഗറ്റീവിലും കൊടുക്കുക. വീണ്ടും ഒരു ഹുക്കപ്പ് വയർ എടുക്കുക. അത് ഐസിൻ്റെ 15ാമത്തെ പിന്നിലും മറ്റേ തല 5ാമത്തെ പിന്നിലുമായിട്ട് കണക്ട് ചെയ്യുക. 15ാമത്തെ പിന്നിലും 5ാമത്തെ പിന്നിലും കണക്ട് ചെയ്യുക. ഇനി വീണ്ടും ഒരു ഹുക്കപ്പ് വയർ എടുക്കുക. അത് ഐസിൻ്റെ 8ാമത്തെ പിന്നിലും ബ്രെഡ് ബോർഡിൻ്റെ നെഗറ്റീവിലും കണക്ട് ചെയ്യുക. ഇനി ഒരു ഹുക്കപ്പ് വയർ എടുക്കുക. അതിൻ്റെ ഒരറ്റം 1ാമത്തെ ഐസി നമ്മൾ ആദ്യം വെച്ച 555 ഐസിൻ്റെ 3ാമത്തെ പിന്നിലും മറ്റേ അറ്റം 4017 ഐസിൻ്റെ 14ാമത്തെ പിന്നിലും. നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഇനി ഒരു LED എടുക്കുക. ആ LEDൻ്റെ ചെറിയ കാല് ബ്രെഡ് ബോർഡിൻ്റെ നെഗറ്റീവിലും വലിയ കാല് ഒരു ഫ്രീ സ്പേസിലും ആക്കി വെക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ 1ാമത്തെ LED കണക്ട് ചെയ്ത് വെക്കുക. ഇതുപോലെ തുടർച്ചയായി ഒരു ഹോള് ഗ്യാപ്പ് വിട്ട് നമ്മളെല്ലാം 6 LEDസും കണക്ട് ചെയ്യുക. ചെറിയ കാല് ബ്രെഡ് ബോർഡിൻ്റെ നെഗറ്റീവിലും വലിയ കാല് LEDൻ്റെ വലിയ കാല് ഫ്രീ സ്പേസിലും ബ്രെഡ് ബോർഡിൻ്റെ ഫ്രീ സ്പേസിലും. ഓരോ ഹോളും ഇടവിട്ട് 6 LEDസും കണക്ട് ചെയ്ത് വെക്കുക. ഞാൻ എൻ്റെ അവസാനത്തെ LEDയും വെച്ച് തീർത്തു. ഇനി നമുക്ക് ആ LEDയിലോട്ടുള്ള കണക്ഷൻ കൊടുക്കാനുള്ളൂ. അതിന് മുന്നായിട്ട് നമുക്ക് പുഷ് ബട്ടൺ കൊടുക്കുക, അല്ലെങ്കിൽ മൈക്രോ സ്വിച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ അത് ഈ ബ്രെഡ് ബോർഡിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമുക്കിത് ഫിക്സ് ചെയ്ത് വെക്കേണ്ടത്. വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റായി ഫിക്സ് ചെയ്ത് വെക്കുക. ഇനി അതിൽ ഒരു വയർ എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിലെ ഭാഗത്തും ഡയഗണലായിട്ട് മറ്റേ വയറ് മറ്റേ സൈഡിലും ഡയഗണലായിട്ട് സ്വിച്ചിനെ കണക്ട് ചെയ്ത് വെക്കുക. ഇനി ഒരു ഹുക്കപ്പ് വയർ എടുത്തിട്ട് ഐസിൻ്റെ 3ാമത്തെ പിന്നിൽ കണക്ട് ചെയ്യുക.
മറ്റേ അറ്റം LED-ൻ്റെ വലിയ കാലിൽ കണക്ട് ചെയ്യുക. വലിയ കാലിൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫ്രീ സ്പേസിൽ വെച്ച ഭാഗമില്ലേ, ആ ഭാഗത്ത് കണക്ട് ചെയ്യുക. ഇതുപോലെ വീണ്ടും ഒരു ഹുക്കപ്പ് ഐസിൻ്റെ രണ്ടാമത്തെ പിന്നിലും മറ്റേ ഭാഗം രണ്ടാമത്തെ LED-ൻ്റെ വലിയ കാല് വെച്ച ഭാഗത്തും വീണ്ടും ഒരു ഹുക്കപ്പ് എടുക്കുക. അത് ഐസിൻ്റെ നാലാമത്തെ പിന്നിലും ഇനി മറ്റേ ഭാഗം മൂന്നാമത്തെ LED-ൻ്റെ വലിയ കാലിൻ്റെ ഭാഗത്തും വീണ്ടും ഒരു ഹുക്കപ്പ് എടുക്കുക. അത് ഐസിൻ്റെ ഏഴാമത്തെ പിന്നിലും മറ്റേ ഭാഗം നാലാമത്തെ LED-ൻ്റെ വലിയ കാല് വെച്ച ഭാഗത്തും ഇനി വീണ്ടും ഒരു ഹുക്കപ്പ് എടുക്കുക. അത് ഐസിൻ്റെ 10ാമത്തെ പിന്നിലും മറ്റേ കാല് 5ാമത്തെ LED-ൻ്റെ വലിയ കാല് വെച്ച ഭാഗത്തും ഇനി വീണ്ടും ഒരു ഹുക്കപ്പ് എടുക്കുക. നമ്മുടെ അവസാനത്തെ LED-ൻ്റെ വലിയ കാല് വെച്ച ഭാഗത്തും മറ്റേ അറ്റം ഐസിൻ്റെ 1ാമത്തെ പിന്നിലും കണക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കണക്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ആ വയറുകളെല്ലാം ഒന്ന് കുറച്ച് ബാക്കിലോട്ട് വെക്കുകയാണ് മൈക്രോ സ്വിച്ചിനടുത്തുള്ള. ഞാൻ ഈ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഇനി ഒരു 9 വോൾട്ട് ബാറ്ററി എടുക്കുക. ബാറ്ററി കണക്ടർ എടുക്കുക, തമ്മിൽ കണക്ട് ചെയ്യുക. ബാറ്ററിയും ബാറ്ററി കണക്ടറും കൂടി തമ്മിൽ കണക്ട് ചെയ്യുക. ഇനി ബാറ്ററിയുടെ റെഡ് കളർ വയറ് ബ്രെഡ് ബോർഡിൻ്റെ പോസിറ്റീവിലും, ഞാൻ കൊടുത്ത കണക്ഷനിൽ ചെറിയൊരു മിസ്റ്റേക്ക്, നമ്മൾ 100 mF-ൻ്റെ കപ്പാസിറ്റർ കൊടുത്ത സ്ഥാനത്ത് 104 എന്ന് പറഞ്ഞ നോൺ പോളറൈസ്ഡ് കപ്പാസിറ്ററാണ് അവിടെ വെക്കേണ്ടത്. സെറാമിക് കപ്പാസിറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. 100 mF-ൻ്റെ കപ്പാസിറ്റർ വെച്ച് കൊടുത്ത് നോൺ പോളറൈസ്ഡ് 104 കപ്പാസിറ്ററാണ് വെക്കേണ്ടത്. ഐസിൻ്റെ രണ്ടാമത്തെ പിന്നിലും മറ്റേ കാല് ബ്രെഡ് ബോർഡ് നെഗറ്റീവിലും, പിന്നെ 10 mF-ൻ്റെ കപ്പാസിറ്റർ നമ്മൾ വെച്ചില്ലേ അതും മാറ്റിയിട്ട് ഒരു 103 നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റർ സെറാമിക്, അതിൻ്റെ ഒരു കാല് 5ാമത്തെ പിന്നിലും മറ്റേ കാല് ബ്രെഡ് ബോർഡിൻ്റെ നെഗറ്റീവിലും കൊടുക്കുക. അപ്പോൾ നമ്മുടെ കണക്ഷനും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും ബാറ്ററിൻ്റെ റെഡ് കളർ വയറ് ബ്രെഡ് ബോർഡിൻ്റെ പോസിറ്റീവിലും കൊടുക്കുകയാണ്. ബ്ലാക്ക് കളർ വയറ് ബ്രെഡ് ബോർഡിൻ്റെ നെഗറ്റീവിലും കൊടുത്തു. ഇപ്പോൾ നമ്മുടെ കണക്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ LED റണ്ണാവും. സ്വിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു LED സ്റ്റോപ്പ് ആവും. ഇതാണ് നമ്മുടെ ഡിജിറ്റൽ ഡൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.